ഹായ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന നമ്മുടെ മമ്മൂക്ക ലാലേട്ടൻ കോംബോയിലെത്തിയിട്ടുള്ള പാട്രിയോട്ട് എന്ന സിനിമ കണ്ടു. ഫസ്റ്റ് ഹാഫ് കണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. മഹേഷ് നാരായണൻ കിഡു മേക്കിംഗ്, ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ്. സിനിമയുടെ കണ്ടന്റ് തന്നെയാണ് ഇതിനകത്ത് പ്രധാനം. കാരണം അത് ഈ മമ്മൂക്കയുടെ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിരുന്നു ഇതിൻ്റെ കഥയാണ് ഈ സിനിമയുടെ ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. അത് തന്നെയാണ് ഇത് പറയുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കാണുന്നതും മൊബൈലിൽ തന്നെയാണ്, ഞാനിത് ചെയ്യുന്നതും മൊബൈലിൽ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇനി നടക്കാൻ പാടില്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ് ഈ ഒരു സിനിമ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വ്ളോഗേഴ്സ് അല്ലെങ്കിൽ മറ്റ് ഫോട്ടോ എടുക്കുന്നു, അങ്ങനെ പല സംഭവങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ് ഈ മൊബൈൽ എന്ന് പറയുന്ന സാധനം അല്ലേ. ഇതില്ലാതെ നമുക്ക് ജീവിക്കാനേ സാധിക്കത്തില്ല. അപ്പോൾ ഇതിനകത്തുള്ള ദോഷവശങ്ങളെക്കുറിച്ചിട്ടും ഇനി നടക്കാൻ പോകുന്ന ഒരു വിഷയത്തെക്കുറിച്ചിട്ടും ശക്തമായ രീതിയിലാണ് ഇതിൻ്റെ കഥ പറയുന്നത്. നമ്മുടെ മമ്മൂക്ക ഡാനിയലായിട്ട് ഒരു വ്ളോഗറിൻ്റെ ഇതിലാണ് ഇതിനകത്ത് എത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫഹദ് ഫാസിൽ, ചാക്കോച്ചൻ, ലാലേട്ടൻ സസ്പെൻസാണ്, അവിടെ നിൽക്കട്ടെ. അത് നമ്മൾ സെക്കൻഡ് ഹാഫിൽ നമ്മളത് വരുന്നതായിരിക്കും. എന്തായാലും ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് കേട്ടോ, കിഡു സാധനം. സിനിമ തുടങ്ങി ഇൻ്റർവെൽ വരെ സൈലൻ്റ് ആയിട്ടിരുന്ന് തിയേറ്ററിലിരുന്ന് സിനിമ കാണുക. കാരണം അതുപോലെയാണ് അതിൻ്റെ കഥ ഇങ്ങനെ പറഞ്ഞു വരുന്നത്. ഇപ്പം ഏകദേശം നമുക്ക് എന്താണ് സംഭവം എന്നുള്ളത് പിടി കിട്ടിയിട്ടുണ്ട്. BGM, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സുഷിഷം, ഒരു രക്ഷയില്ല കേട്ടോ. എന്തായാലും നമ്മുടെ സിനിമയുടെ കഥ തുടങ്ങി ഇപ്പം ലണ്ടനിലാണ് ഇതുകൊണ്ട് എത്തി നിൽക്കുന്നത്. ഇനിയുമുണ്ട് അസർബൈജാൻ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇനി ഇതിൻ്റെ ബാക്കി സീനൊക്കെ കാണിക്കാണ്ട്. പിന്നെ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കും. നമ്മുടെ ലാലേട്ടൻ്റെ എൻട്രി ഉണ്ട്. എന്താണെങ്കിലും ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല, കിഡിലം മേക്കിങ്, ഒന്നും പറയാനില്ല. ഇൻ്റർവെൽ പഞ്ച് വേറെ ലെവൽ കേട്ടോ. അത് പൊളിച്ച് പിള്ളേർ കൈയടിക്കുന്ന ഒരു സംഭവമാണ്. മമ്മൂക്കയുടെ ഇൻട്രോ കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇൻട്രോ. അതായത് ഇത്രയും വലിയൊരു സിനിമ വന്നിട്ട് വെറും എന്താ പറയുക ഈ മാസ് പരിവേഷമൊന്നുമല്ല, ചെറിയൊരു ഇൻട്രോ ആണ് കാണിക്കുന്നത്. കാരണം പുള്ളി ഒരു വ്ളോഗറിൻ്റെ ഇതിലാണ് എത്തുന്നത്. പക്ഷേ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വിഷയത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അതിനകത്തേക്ക് ഞാൻ വരുന്നില്ല. കാരണം അത് വന്നു കഴിഞ്ഞാൽ അത് സ്പോയിലായി പോകും പറയുന്നത്. ഓൾവേസ് എല്ലാവരും നമ്മുടെ ഫഹദ് ആണെങ്കിലും കൊള്ളാം, ചാക്കോച്ചനാണെങ്കിലും കൊള്ളാം, എല്ലാവരും നല്ല കിഡിലനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ രേവതി ഇതിനകത്ത് പ്രധാനപ്പെട്ട റോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കഥയിലേക്ക് ഇപ്പോൾ ഇതുവരെ കൊണ്ടെത്തിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോഴത്തേക്കാണ് സിനിമ എന്താണെന്നുള്ളത്. അതായത് വനവാസമൊക്കെ കഴിഞ്ഞ് പുള്ളി രംഗത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ പൊളിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇനിയിപ്പോൾ രണ്ടുപേരും കൂടെ ഇനി അങ്ങോട്ട് അടിച്ച് പൊളിക്കാൻ പോണത്. അന്യായ സ്ക്രീൻ പ്രസൻസ് ആണ് മമ്മൂക്കയുടെ. അതുപോലെ തന്നെ കുറച്ച് ഏജ് ഓവറായിട്ടാണ് നമ്മുടെ മമ്മൂക്കാനെ ഇതിനകത്ത് കാണിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള ആ ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ പുള്ളിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ഗെറ്റപ്പ് മമ്മൂക്കയുടെ ഇതിനകത്ത് ഇൻട്രോന് മുമ്പ് കാണിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. BGM, ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ സിനിമോട്ടോഗ്രാഫി എല്ലാം പിന്നെ ഹൈ ക്വാളിറ്റിയാണ് സിനിമ. ഭയങ്കര, അതായത് ഒരു ഹോളിവുഡ് മേക്കാണ് സിനിമയുടെ വന്നിരിക്കുന്നത്. ഇനിയാണ് താണ്ഡവം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതങ്ങനെ ഉണ്ടാവും എന്ന് തന്നെയാണ് തോന്നുന്നത്. എന്താണെങ്കിലും ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല. നല്ല രീതിയിൽ അതിൻ്റെ കഥ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് എന്താണ് എന്നുള്ളത് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സംഭവത്തിലാണ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതും. സാധാരണ ചില സിനിമകളൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് ഹാഫ് കണ്ടുകഴിയുമ്പോൾ തന്നെ അറിയാം സെക്കൻഡ് ഹാഫിൻ്റെ ഒരു റേഞ്ച് എന്താണെന്നുള്ളത്. പക്ഷേ ഇത് റേഞ്ച് വേറെ ആയിരിക്കും കേട്ടോ. ഇത് അന്യായ സാധനമായിരിക്കും, അതിനകത്തൊരു സംശയമില്ല. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണെങ്കിലും നമുക്ക് സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് ഫുൾ റിവ്യൂ ആയിട്ട് വരാം. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, നൈസായിട്ട് കണ്ടു. നമുക്ക് ഒന്നും പറയാനില്ല, വേറെ ലെവൽ. ഓക്കെ, അപ്പം സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് പെട്ടെന്ന് വരാം.